CPM-ന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് കോൺഗ്രസ്സുകാർ ആഘോഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നാകെ. അവർ പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഇത് മുഴുവൻ CPM-ന്റെ മാത്രം കുറ്റമാണ് എന്നുള്ള പ്രചാരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കളും ഇതിൽ പെടുകയാണ്. പ്രത്യേകിച്ചും UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി അടക്കമുള്ളവർ സോണിയയെ ഡൽഹി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ കോൺഗ്രസ്സുകാർക്ക് ഇനി എന്താണ് മറുപടി? അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇനി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്ത് പറയാനാകും? നിങ്ങൾ പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? CPM-നെ നിങ്ങൾ കാടടച്ച് വെടിവെച്ചു. അവർ കുറ്റക്കാരാണ്, ശരിയാണ്. അവരുടെ മുൻ MLA ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ അടക്കം ജയിലിൽ കിടക്കുകയാണ്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു. നോക്കൂ, കഴിഞ്ഞ ഏതാണ്ട് 60 ദിവസത്തിനടുത്ത് CPM-ന്റെ പ്രമുഖരായ നേതാക്കള് അങ്ങിവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ വാസു, പത്മകുമാർ, ഇപ്പോൾ പുതിയതായിട്ട് വിജയകുമാർ, ഇവരെല്ലാം ജയിലിൽ കഴിയുകയാണ്. SIT ഇവരെല്ലാം മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ SIT-യുടെ അന്വേഷണത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടോ അല്ലെങ്കിൽ ഏതാണ്ടൊരു പൂർണ്ണമായ വിവരങ്ങളോ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം, അതല്ലെങ്കിൽ ഗോവർദ്ധൻ നിൽക്കുന്ന ഒരു ചിത്രം, ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരോപണം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 98-ലാണ് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്നതായിട്ട് കണക്കുകൾ വരുന്നത്. അങ്ങനെയാണല്ലോ അതിൻ്റെ റെക്കോർഡുകൾ. 98, 99 വർഷം, 1998. 2019-ലാണ് ഈ സ്വർണ്ണപ്പാളി മോഷണം പോയതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വരുന്നത്. എൻ്റെ ചോദ്യം, ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ ആന്റോ ആന്റണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടൂർ പ്രകാശിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അതല്ല എൻ്റെ ചോദ്യം, സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രവുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെന്നാൽ നിങ്ങൾ എന്നാ വാതിൽപ്പാളി പൊളിച്ചുകൊണ്ട് പോക്കോ, അതിനുള്ള ലൈസൻസ് ആണ് എന്ന് അല്ലല്ലോ ഒരു ചിത്രവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരും ഇതിന്റെ ഭാരവാഹികളുമായിരുന്ന ആളുകൾ, ഇവരുടെ കാലഘട്ടത്തിലാണ് ഈ സാധനങ്ങൾ അവിടുന്ന് പോയിട്ടുള്ളതും നഷ്ടപ്പെട്ടിട്ടുള്ളതും ഇത് എല്ലാ കൃത്യങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ SIT-യുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തുകൊണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുതൽ ഇപ്പോൾ 10 പേര്, വിജയകുമാർ വരെ 11ാമത്തെ ആളിലേക്ക് അന്വേഷണം എത്തി, ഇവരൊക്കെ ജയിലിൽ കഴിയുന്നു? ഇവിടെ പ്രസക്തമായൊരു ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണം ഏറ്റവും അടുത്ത ഉന്നതൻ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുന്നത് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി നിൽക്കുന്നു എന്ന കാരണത്താലല്ല. കടകംപള്ളി സുരേന്ദ്രൻ 2019 കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ നിന്നാണ് അമൂല്യമായിട്ടുള്ള ആ സ്വർണ്ണ ശേഖരത്തിന്റെ കൊള്ള നടന്നിരിക്കുന്നത്. സേനാപതി വേണു, അങ്ങ് പറയുന്നത് എല്ലാം സമ്മതിക്കുന്നു. ഇത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ കോഴിക്കോടുള്ള നേതാവാണ്. അദ്ദേഹം KPCC-യുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുള്ളത്. ചിത്രം പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച ആ ചിത്രം നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കേരളമൊട്ടാകെ, കേരളമെന്നല്ല ഈ സമൂഹ മാധ്യമങ്ങൾ എവിടെയൊക്കെ കിട്ടുമോ അവിടെ എല്ലാം പ്രചരിപ്പിച്ചു. അത് കുറ്റകരം തന്നെയാണ്. അതേപോലെ തന്നെ കുറ്റമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ, പ്രത്യേകിച്ചും വിദേശ വനിതയായിട്ടുള്ള സോണിയയുടെ അടുത്ത് നിരവധി തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകുന്ന പത്തനംതിട്ട MP ആണെന്ന്, മറ്റേത് അടൂർ പ്രകാശ് പറയുന്നു എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നു. അവിടെ കൊണ്ടുപോയി കയ്യിൽ ചരട് കെട്ടിക്കുന്നു, ഏലസ് കെട്ടിക്കുന്നു. എന്തിനാണ്? സോണിയയുടെ അസുഖം മാറ്റാൻ വേണ്ടി ശബരിമലയിലെ ഏലസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലവട്ടം കൊണ്ടുപോകുന്നു. ഇത് കുറ്റമല്ല. പിണറായി വിജയന്റെ അടുത്ത് നിന്നാൽ മാത്രം കുറ്റം, സോണിയയുടെ അടുത്ത് നിന്നാൽ ഒരു പ്രശ്നവുമില്ല. എങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? ഇവിടെ വിനോദ ഒരു ന്യായീകരണവും ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താണ്?
ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒപ്പം അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കളെയും നേതൃത്വത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം അല്ല പോറ്റി നിന്നിരിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതിയുമായിട്ടുള്ള C. സുബ്രഹ്മണ്യം അത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതല്ല. അത് നവമാധ്യമങ്ങളിൽ നിന്നുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് ഈ SITയുടെ അന്വേഷണവും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ എന്താ പറഞ്ഞ ശബരിമല ഇതിന്റെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത വിജിലൻസ് ആൻഡ് അതിന് കൊടുത്ത റിപ്പോർട്ടും അതിനു ശേഷമൊക്കെ ആണല്ലോ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഈ കള്ളനും കൊള്ളക്കാരനുമാണ് എന്നറിഞ്ഞത്. അദ്ദേഹം ക്ഷേത്രത്തിലെ തന്ത്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. സാധാരണഗതിയിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, ക്ഷേത്രവുമായി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചരട് കെട്ടി കൊടുക്കുന്നു. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും. എന്റെ ചോദ്യം അതല്ല, ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യവും അങ്ങനെ ചരട് കെട്ടി കൊടുത്തു എന്ന കാരണത്താൽ, ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ പലവട്ടം സന്ദർശിച്ചു എന്ന കാരണത്താൽ ക്ഷേത്രത്തിലെ മുതലുകൾ കൊള്ളയടിക്കാനോ എടുത്തുകൊണ്ട് പോകാനോ ആ ഫോട്ടോയോ സന്ദർശനമോ കയ്യിൽ ചരട് കെട്ടിയതോ അതിന് കാരണമായിട്ടുണ്ടോ, നിമിത്തമായിട്ടുണ്ടോ? അതാണല്ലോ ഇവിടുത്തെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടാകും, പലവട്ടം സന്ദർശനം നടത്തിയിട്ടുണ്ടാകും. ഇപ്പം എന്താ പറയുക, മനസ്സിൽ കളങ്കമുള്ള ആളുകൾക്ക് ഇങ്ങനെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളുമൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. എന്റെ ചോദ്യം അതല്ല. അത് ഏതെങ്കിലും രീതിയിൽ 2019 ഈ സ്വർണ്ണപ്പാളികൾ പൊളിച്ചുകൊണ്ടു പോകുന്നതിനോ, ദ്വാരപാലക വാതിൽ കൊണ്ടുപോകുന്നതിനോ, കട്ടിളപ്പഴി കൊണ്ടുപോകുന്നതിനോ ഈ ഫോട്ടോ എടുത്തതോ ഇല്ലേ ചരട് കെട്ടിയതോ അല്ലെ അങ്ങ് പറഞ്ഞതുപോലെ ഏലസ് കെട്ടിയതോ എനിക്കറിയില്ല. അങ്ങാണ് ഇപ്പൊ അത് പറഞ്ഞത്. ഇനി അതുകൊണ്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു അനുമതിയായി ആ ഫോട്ടോയോ അല്ലെങ്കിൽ ആ സന്ദർശനമോ അതിന് കാരണമായിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ആരാ സ്വർണം കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ ഇത് കടത്താനുള്ള കാരണക്കാരായിട്ടുള്ളത്? അത് CPMന്റെ നേതാക്കൾ. കാരണം എന്താ, ഈ സ്വർണം നമുക്കറിയാം ഇന്ത്യയിലല്ല വിറ്റത്, വിദേശത്ത് അടക്കം വിഗ്രഹ കടത്തുകാരുമായി വരെ ബന്ധമുള്ള വിദേശത്തേക്ക് വരെ ഈ സ്വർണം കടത്തി എന്നുള്ള അന്വേഷണമാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ചും സോണിയ ഒരു വിദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വിദേശത്തേക്ക് കടത്തിയ സ്വർണവും സോണിയുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ സാധാരണ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല.